പത്രപ്രവർത്തന മേഖല ഉപേക്ഷിച്ചിറങ്ങിയ ശേഷവും ചോയ്ക്കുട്ടി ക്യാമറ താഴ്ത്തിവെച്ചിട്ടില്ല. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹം. സമ്പാദ്യമത്രയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചെലവഴിച്ച് കഷ്ടതയറിഞ്ഞ യാത്ര ഇന്നും തുടരുകയാണ് ഈ മനുഷ്യൻ. കേരളം മുഴുക്കെ അലഞ്ഞിട്ടുണ്ട് ശരിക്കും. ഒരു വർഷം മാധ്യമത്തെ പറ്റിയിട്ട് ഒരു വർഷം മുഴുവൻ അതിലൊരു എങ്ങനെ ഈ സാമ്പത്തികമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് KSRTC ബസ് പാസ് ഒരു വർഷത്തിനുണ്ടായിരുന്നു ശരി. അതുകൊണ്ട് ആ പാസ് തീരുന്ന വരെ തന്നെ കേരളം മുഴുക്കെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ശരി. അത് സാംസ്കാരിക നായകന്മാരെയായിരുന്നു ഒരു വർഷം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് EMSനെ സെലക്ട് ചെയ്തിട്ട് EMSൻ്റെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് EMSൻ്റെ മകനോട് പെർമിഷൻ വാങ്ങി തന്നു ശരി. അദ്ദേഹം EMSൻ്റെ മകൻ പറഞ്ഞ് പടം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശരി. അപ്പം ഞാൻ ചോദിച്ചു മനോരമയിൽ എങ്ങനെ കടന്നുറങ്ങുന്നതും സൈക്കിൾ ഓട്ടുന്ന പടങ്ങളൊക്കെ വരുന്നില്ലേ, അതേമാതിരി ഒരു പടം മതി എന്ന് പറഞ്ഞു ശരി. അപ്പം KN പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞ്, പക്ഷേ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ അവിടെ വീട്ടിൽ വരിക, ഞങ്ങൾ പടം എടുത്തോളം പോയിക്കൊള്ളാമെന്ന് വെച്ചു. പക്ഷെ അത് പറ്റാതെ പോയൊരു സാധനമാണ് ശരിക്കും. എനിക്കത് നിറവേറ്റാൻ പറ്റില്ല ശരിക്കും. കേരളം മുഴുക്കം നടന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ശരിക്കും EMSൻ്റെ ശരിക്കും. അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞില്ല ശരി. ഫോട്ടോഗ്രാഫിയെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യന് ഇന്ന് സ്വന്തമായി ഒരു ക്യാമറയില്ല. വല്ലപ്പോഴും കടം കിട്ടുന്ന ക്യാമറയുമായാണ് ഈ വാർദ്ധക്യത്തിൽ കാഴ്ചകൾക്ക് പിന്നാലെയുള്ള ഓട്ടം. സ്വന്തം ക്യാമറ പോലീസുകാർ നിഷ്ഠൂരമായി തല്ലിച്ചതച്ചപ്പോൾ കണ്ടു നിൽക്കാൻ മാത്രമേ ഇദ്ദേഹത്തിനായുള്ളൂ. ഫോട്ടോഗ്രാഫർ ആയതിൻ്റെ ശേഷം തന്നെ വിവാഹം നടക്കുന്നത് ശരി. ഒരു 71 വിവാഹം നടക്കുന്നത് ശരി. വൈഫ് ഒരു സപ്പോർട്ടായിരുന്നു ശരി. വൈഫിന് ഒരു ഫോട്ടോഗ്രാഫി അറിയില്ലെങ്കിലും എന്നേക്കാൾ കൂടുതൽ പടം സെലക്ട് ചെയ്യാനും എനിക്ക് ഒരു കഴിവുണ്ടായിരുന്നു, ടാലൻ്റ് ഉണ്ടായിരുന്നു ശരിക്കും. അത് ഒരു ടാലൻറ്റ് ഉപദ്രവിച്ചിട്ടില്ല, പക്ഷേ കുടുംബത്തിൻ്റെ ഒരു ബാക്കി അഭിവൃദ്ധികളൊക്കെ ഇതിനെക്കൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫിയിൽ ഒന്നും ഉണ്ടാക്കാതെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ചിട്ട് പല സ്ഥലങ്ങളിലാണ് എൻ്റെ സാധനങ്ങൾ തന്നെ ഉള്ളത് ശരിക്കും. അതെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരു പ്രോജക്റ്റാക്കി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരി. വൈഫ് സപ്പോർട്ടായിരുന്നു ശരി. അങ്ങനെ വൈഫ് 2 വർഷം മുമ്പ് വൈഫ് മരിച്ചതിൻ്റെ ശേഷം വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് ശരി. പിന്നെ വായനയാണ് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത് ശരി. ഇപ്പം ക്യാമറ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ സബ്ജക്റ്റൊന്നും മാറാറില്ല. അപ്പം വായന തുടരും ശരി. ക്യാമറ കിട്ടുമ്പോൾ ക്യാമറ വർക്ക് ചെയ്യാം, വായന ഇതായിട്ട്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു എഴുത്തുകാരൻ ഒരിക്കലും തൻ്റെ പേന ആർക്കും കൊടുക്കില്ല, അതെപ്പോഴും ഭദ്രമായിട്ട് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു സാധനം എൻ്റെ അടുത്ത് വേറൊരു സാധനം ഉണ്ടാവില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ക്യാമറ കൊടുത്തിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി മുതലും ശരി. അതിൻ്റെ ദുഃഖമാണ് ശരിക്കും വളർച്ചയ്ക്കുള്ള ഒരു കാരണം ശരിക്കും. പിന്നെ ഏറ്റവും അടുത്തുണ്ടായിരുന്നൊരു ഒരു പോലീസ് സ്റ്റേഷനിലൊരു ക്യാമറ ഒരു ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്പലത്തിൽ പോലീസ് CI ലോക്ക് തച്ച് പൊളിക്കുന്നൊരു പടം ശരിക്കും. ആ ക്യാമറ എടുത്തതിനാണ് പോലീസ് അടിച്ച് ആ ക്യാമറ കൊണ്ടുപോയിട്ട് 1.5 വർഷമായിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല ശരിക്കും. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരു ശ്രമം നടത്തുകയും ക്യാമറ ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ക്യാമറയ്ക്ക് സംഘാടകർ വാങ്ങിത്തരാമെന്ന്, പോലീസ് വാങ്ങിത്തരാമെന്ന് ആരും വാങ്ങിത്തന്നില്ല ശരിക്കും. ഞാൻ തന്നെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പ്രോജക്റ്റ് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ജാമ്യം നിൽക്കാനില്ലാത്തതിന് വേണ്ടത് വാങ്ങാതിട്ടുകയാണ് ശരി. സത്യതാണ് കേട്ടോ. ഇപ്പോഴും ഇന്നും സ്വപ്നങ്ങളുടെ കൂട്ടുകാരനാണ് ചോയ്ക്കുട്ടി. പുതിയ കാലത്തിന് മുന്നിലും തന്നിലെ ഫോട്ടോഗ്രാഫറെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ. വിപുലമായ ശിഷ്യസമ്പത്തിന്റെ ഉടമ കൂടിയാണ് ചോയ്ക്കുട്ടി. ഇപ്പം ക്ലാസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഫോട്ടോഗ്രാഫീൻ്റെ ശരി. പിന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ക്യാമറകൾ വരുന്നതിനെ കൊണ്ട് പലപ്പോഴും എനിക്കൊരു ഹെൽപ്പായിട്ടൊക്കെ ക്യാമറ കയ്യിലുണ്ടാകുന്നുണ്ട്. പ്രതീക്ഷിച്ച രീതിയിലൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല ശരി. പിന്നെ സ്റ്റുഡൻസിൻ്റെ ക്യാമറ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള രീതി ഇല്ല ശരി. കാരണം അത് ഒരു പെണ്ണ് കടം വാങ്ങുന്ന മയത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മയത്തിന് എൻ്റെ ഒരു സ്റ്റുഡൻ്റെ ക്യാമറ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനൊരു വർക്ക് എടുക്കേണ്ട സമയത്ത് ക്യാമറ ഇല്ലെങ്കിൽ അവന് ദുഃഖം ഉണ്ടാവും ശരിക്കും. ആ ദുഃഖം വേണ്ടെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരിക്കുന്നത് ശരിക്കും. അതിന് കാരണം അതാണ് ശരി. പിന്നെ വർക്ക് ചെയ്യാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫോട്ടോഗ്രാഫിയിലുള്ള അനുഭവങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ സാധനം പറ്റുന്നുണ്ട്. പബ്ലിക്കിനുള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റാതെ പോവുകയാണ് ശരിക്കും. ആകെ ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു വർക്ക് മാത്രമാണ്, അത് പബ്ലിക്കിനുള്ള വർക്കാണ് ശരിക്കും. അതൊരു പ്രൊഫഷണൽ ക്യാമറ കൊണ്ട് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലുള്ള ഏറ്റവും വാശി പിടിച്ചൊരു സാധനമാണ് ശരിക്കും. വാശി വേണം, നമ്മൾ എന്താ പറയുക, സ്വപ്നങ്ങൾ വേണമെന്നൊക്കെ പലപ്പോഴും നമ്മളെ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണത് ശരിക്കും. അതില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എത്തില്ല ശരിക്കും. ജീവിതത്തിൽ ചോയ്ക്കുട്ടിയുടെ സൗഭാഗ്യമായിരുന്ന ഭാര്യ ഇന്നൊപ്പമില്ല. എൻ്റെ മകനാണ് ഷനോജ്.
ഫോട്ടോഗ്രാഫി കോഴ്സെല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ അവൻ അഡ്വർടൈസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ശരിക്കും. എല്ലാം നഴ്സിലാണ്. എന്നുള്ളതൊരു മകളാണ്. മകളിപ്പം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഹൗസ് വൈഫായിട്ട്. ചോയ്ക്കുട്ടിയുടെ ഓരോ ചിത്രവും ഒന്നിനൊന്ന് സാമ്യമില്ലാത്ത ഒരുപാട് ജീവിതങ്ങളായിരുന്നു. ജീവിതവേദകൾ അടുത്തുനിന്ന് കണ്ട ഒരു ക്യാമറാമാന്റെ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് യാത്രകളിലായിരുന്നു ചോയ്ക്കുട്ടി. പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി പഠിച്ചു വരുന്ന ആളുകൾ വളരെ കുറവാണ് ശരി. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറുപ്പത്തിലേ എനിക്കുണ്ടായിരുന്നൊരു ആഗ്രഹമാണ് ശരിക്കും ഫോട്ടോഗ്രാഫിയിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോട്ടോഗ്രാഫിയിൽ നല്ലൊരു ഫോട്ടോ ഗാലറി, ഫോട്ടോ ലൈബ്രറി, മോഡലിംഗ് സ്റ്റുഡിയോ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്തരം സാധനങ്ങളെ ഒരു ടീമായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പമായിരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു ഹാർഡ് വർക്കാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഫോട്ടോഗ്രാഫി പഠനങ്ങൾ നടത്തുന്നതും പിന്നെ പുതിയ പുതിയ ബുക്സ് വാങ്ങുന്നതൊക്കെ ശരി. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഫോട്ടോഗ്രാഫി തന്നെയാണ് ശരി. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി തന്നെയാണ് ജീവിതം തൊലച്ചിട്ടുള്ളതും ശരിക്കും പറയുകയാണെങ്കിൽ ശരി. തൊലയ്ക്കുക എന്നുള്ളതല്ല, ജീവിതം ഫോട്ടോഗ്രാഫി ആയിരുന്നു ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം.